തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കടപ്പൂര് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമവും വികസന ചർച്ചയും നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോജി കൂട്ടുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രദേശത്തിന്റെ സമ്പത്തുൽപാദനം ഭൂരിഭാഗം പേർക്കും അനുകൂലമാണെങ്കിലും ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് അത് പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും അവർ ആ പ്രദേശത്തെ ദുർബലരും പ്രത്യേകം സംരക്ഷണം ലഭിക്കേണ്ടവരും ദരിദ്രരും ദളിതരും ആയിരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജോജി കൂട്ടുമ്മൽ അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും തുല്യമായി കിട്ടണം എന്നല്ല, എല്ലാവരിലേക്കും നീതിപൂർവമായി വിതരണം ചെയ്യപ്പെടണം. മൂന്നാമത്തെ വ്യവസ്ഥ, ആ ഉൽപാദനം നടക്കുന്ന പ്രക്രിയയും അത് വിതരണം ചെയ്യുന്ന പ്രവർത്തനവും സുസ്ഥിരമായിരിക്കണം, നിലനിൽക്കണം, ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതായിരിക്കും. ഇങ്ങനെ ഉള്ള ഒരു വ്യവസ്ഥ പാലിക്കുമ്പോഴാണ് നാട്ടിൽ വികസനം ഉണ്ടായി നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഒരു വർഷം ഈ പഞ്ചായത്തിലെ മുഴുവൻ മരങ്ങളും വെട്ടിവിൽക്കാൻ തീരുമാനിച്ചാൽ സമ്പത്തിന്റെ ഉൽപാദനം നടക്കും, ഒരുപാട് പണം കിട്ടും. പക്ഷെ അതിനടുത്ത കൊല്ലം അത് സാധ്യമാവില്ല. അതാണ് സുസ്ഥിരതയുടെ പ്രശ്നം. സുസ്ഥിരമായി നിലനിൽക്കണം എന്ന് പറയുന്നതിന്റെ കാരണം. ഇങ്ങനെ നോക്കിയാൽ വികസനം ഈ മൂന്ന് കാര്യങ്ങളെയും കൂടി ഒറ്റ വാക്യത്തിലാക്കി പറഞ്ഞാൽ അത് കുറച്ചൊരു അധികമായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവും. ഇതിനെ മുന്നേറ്റം ഒറ്റ വാക്യത്തിലാക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു ജനതയുടെ ജീവിത നിലവാരത്തെ തുടർച്ചയായി മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനമാണ്. ഗ്രാമീണ വികസനം എന്ത്, എങ്ങനെ എന്ന വിഷയത്തിലായിരുന്നു ചർച്ച. ലൈബ്രറി ഹാളിൽ ചേർന്ന സ്ഥാനാർത്ഥി സംഗമത്തിൽ ലൈബ്രറി സെക്രട്ടറി PD ജോർജ് മോഡറേറ്റർ ആയിരുന്നു. കാണക്കാരി പഞ്ചായത്തിലെ 3, 4, 5, 6 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ വികസന ചർച്ചയിൽ പങ്കുചേർന്നു. സ്ഥാനാർത്ഥികളായ ജോണി ചാത്തൻചിറ, ബൈജു CS, അജയൻ കാപ്പിലോരം, സാംകുമാർ V, ബിജു പാതിരിമല, വിനു വാസുദേവൻ തുടങ്ങിയവർ തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളുമായി പങ്കുവച്ചു. ചടങ്ങിന് ലൈബ്രറി പ്രസിഡന്റ് VK സുരേഷ് കുമാർ സ്വാഗതവും ലൈബ്രറി വൈസ് പ്രസിഡന്റ് ശശി കടപ്പൂർ നന്ദിയും പറഞ്ഞു. ലൈബ്രറി ഭാരവാഹികളായ ബിജു D മോഹൻ, ചിന്നു സുരേന്ദ്രൻ, D പ്രസാദ്, അനിൽകുമാർ S, അശോക് കുമാർ B, PG ബിന്ദു, ആര്യ വിജയൻ, സ്മിത സനോജ്, ദിവ്യ ആനന്ദ്, ബിന്ദു വിപിനചന്ദ്രൻ, KJ വിനോദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. i4A ന്യൂസ്, ഏറ്റുമാനൂർ.